ഓം ശാന്തി 17-11-2025 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്. പഴയ ലോകം ഇപ്പോൾ പുതിയതായി മാറുകയാണ്. നിങ്ങൾക്കിപ്പോൾ പുരുഷാർത്ഥം ചെയ്ത് ഉത്തമ ദേവ പദവി പ്രാപ്തമാക്കണം. ചോദ്യം: സേവാധാരികളായ കുട്ടികളുടെ ബുദ്ധിയിൽ ഏത് കാര്യമാണ് സദാ ഓർമ്മയുണ്ടാകുന്നത്? ഉത്തരം: അവർക്ക് ഓർമ്മയുണ്ടാകും, ധനം നൽകാതെ ധനം വർദ്ധിക്കില്ല. അതിനാൽ അവർ രാത്രിയും പകലും ഉറക്കം പോലും ത്യാഗം ചെയ്ത് ജ്ഞാനധനത്തിന്റെ ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ക്ഷീണിക്കില്ല. എന്നാൽ അഥവാ സ്വയത്തിൽ എന്തെങ്കിലും അവഗുണങ്ങളുണ്ടെങ്കിൽ സേവനം ചെയ്യാനുമുള്ള ഉന്മേഷം ഉണ്ടാകില്ല. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികളെ പ്രതി ബാബ ഇരുന്ന് മനസ്സിലാക്കി തരുന്നു. കുട്ടികൾക്കറിയാം, പരംപിതാവ് ദിവസേന മനസ്സിലാക്കി തരുന്നു. എങ്ങനെയാണോ ദിവസേന ടീച്ചർ പഠിപ്പിക്കുന്നത് അതുപോലെ അച്ഛൻ കേവലം ശിക്ഷണങ്ങൾ നൽകും, സംരക്ഷിക്കും. എന്തുകൊണ്ടെന്നാൽ അച്ഛന്റെ വീട്ടിൽ തന്നെയാണ് കുട്ടികൾ വസിക്കുക, മാതാപിതാക്കളോടൊപ്പമാണ് വസിക്കുക. ഇവിടെ ഇത് അത്ഭുതകരമായ കാര്യമാണ്. ആത്മീയ അച്ഛന്റെ അടുത്താണ് നിങ്ങൾ വസിക്കുന്നത്. ഒന്ന് ആത്മീയ അച്ഛന്റെ അടുത്ത് മൂലവതനത്തിൽ വസിക്കുന്നു. പിന്നീട് കൽപ്പത്തിൽ ഒരു തവണ തന്നെയാണ് ബാബ വരുന്നത്. കുട്ടികൾക്ക് സമ്പത്ത് നൽകാനും പാവനമാക്കി മാറ്റാനും സുഖശാന്തി നൽകാനും. അപ്പോൾ തീർച്ചയായും താഴെ വന്ന് വസിച്ചിരിക്കും. ഇതിൽ തന്നെയാണ് മനുഷ്യർക്ക് ആശയക്കുഴപ്പമുള്ളത്. മഹിമയുമുണ്ട്, സാധാരണ ശരീരത്തിൽ പ്രവേശിക്കുന്നു എന്ന്. സാധാരണ ശരീരം എവിടുന്നും പറന്നൊന്നും വരില്ല. തീർച്ചയായും മനുഷ്യന്റെ ശരീരത്തിൽ തന്നെയാണ് വരുന്നത്. അതേപോലെ ബാബയും പറയുന്നു, ഞാൻ ഈ ശരീരത്തിലാണ് പ്രവേശിക്കുന്നത്. നിങ്ങൾ കുട്ടികളും ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, ബാബ നമുക്ക് സ്വർഗത്തിന്റെ സമ്പത്ത് നൽകാൻ വന്നിരിക്കുകയാണ്. തീർച്ചയായും നമ്മൾ യോഗ്യരല്ല, പതീതമായി മാറിയിരിക്കുന്നു. എല്ലാവരും പറയുന്നുമുണ്ട്, അല്ലയോ പതീത പാവന, വരൂ എന്ന്. വന്ന് നമ്മൾ പതീതരെ പാവനമാക്കി മാറ്റൂ. ബാബ പറയുന്നു, എനിക്ക് കൽപ്പകൽപ്പം പതീതരെ പാവനമാക്കി മാറ്റാനുള്ള ജോലി ലഭിച്ചിരിക്കുകയാണ്. അല്ലയോ കുട്ടികളെ, ഇപ്പോൾ ഈ പതീതമായ ലോകം പാവനമാക്കി മാറ്റണം. പഴയ ലോകം പതീതമെന്നും പുതിയ ലോകം പാവനമെന്നും പറയുന്നു. അതിനാൽ പഴയ ലോകത്തെ പുതിയതാക്കി മാറ്റാനാണ് ബാബ വരുന്നത്. കലിയുഗത്തെ ആരും പുതിയ ലോകമെന്ന് പറയില്ല. ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണല്ലോ. കലിയുഗമാണ് പഴയ ലോകം. ബാബയും തീർച്ചയായും വരും, പഴയതിന്റെയും പുതിയതിന്റെയും സംഗമത്തിൽ. എവിടെയെങ്കിലും നിങ്ങൾ ഇത് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ പറയൂ, ഇത് പുരുഷോത്തമ സംഗമയുഗമാണെന്ന്. അച്ഛൻ വന്നിരിക്കുകയാണ്. മുഴുവൻ ലോകത്തിലും ഇത് പുരുഷോത്തമ സംഗമയുഗമാണെന്നറിയുന്ന ഒരു മനുഷ്യരുമില്ല. തീർച്ചയായും നിങ്ങൾ സംഗമത്തിലാണ്. അതുകൊണ്ടല്ലേ മനസ്സിലാക്കുന്നത്. മുഖ്യമായ കാര്യം തന്നെ സംഗമയുഗത്തിന്റേതാണ്. അതിനാൽ പോയിന്റുകളും വളരെ അത്യാവശ്യമാണ്. ഏത് കാര്യമാണോ ആർക്കും അറിയാത്തത് അത് മനസ്സിലാക്കി കൊടുക്കുക തന്നെ വേണം. അതുകൊണ്ട് ബാബ പറഞ്ഞിരുന്നു, തീർച്ചയായും എഴുതണം, ഇത് പുരുഷോത്തമ സംഗമയുഗമാണെന്ന്. പുതിയ യുഗത്തിന്റെ അർത്ഥം സത്യയുഗത്തിന്റെ ചിത്രങ്ങളുമുണ്ട്. അല്ലെങ്കിൽ എങ്ങനെ മനുഷ്യർ മനസ്സിലാക്കും ഈ ലക്ഷ്മി നാരായണന്മാർ സത്യയുഗത്തിലെ അധികാരികളായിരുന്നുവെന്ന്? അവരുടെ ചിത്രത്തിന് മുകളിൽ തീർച്ചയായും അക്ഷരം വേണം, പുരുഷോത്തമ സംഗമയുഗം. ഇത് തീർച്ചയായും എഴുതണം. എന്തുകൊണ്ടെന്നാൽ ഇതാണ് മുഖ്യ കാര്യം. മനുഷ്യർ മനസ്സിലാക്കുന്നു, കലിയുഗത്തിൽ ഇനി ഒരുപാട് വർഷങ്ങളുണ്ട്. തികച്ചും ഘോരമായ അന്ധകാരത്തിലാണ്.
ഇപ്പോൾ മനസ്സിലാക്കി കൊടുക്കണം, ഈ ലക്ഷ്മി നാരായണനാണ് പുതിയ ലോകത്തിലെ അധികാരി എന്ന്. ഇതാണ് പൂർണ്ണ അടയാളം. നിങ്ങൾ പറയുന്നു, ഈ രാജ്യത്തിന്റെ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗീതവുമുണ്ട്, നവയുഗം വന്നുകഴിഞ്ഞു, അജ്ഞതയാകുന്ന നിദ്രയിൽ നിന്ന് ഉണരൂ. ഇത് നിങ്ങൾക്കറിയാം, ഇപ്പോൾ സംഗമയുഗമാണെന്ന്. ഇതിനെ നവയുഗമെന്ന് പറയില്ല, സംഗമത്തെ സംഗമയുഗം എന്ന് തന്നെയാണ് പറയുന്നത്. ഇതാണ് പുരുഷോത്തമ സംഗമയുഗം. എപ്പോഴാണോ പഴയ ലോകം ഇല്ലാതായി പുതിയ ലോകത്തിന്റെ സ്ഥാപന ഉണ്ടാകുന്നത്, മനുഷ്യനിൽ നിന്നും ദേവതയായി മാറിക്കൊണ്ടിരിക്കുന്നു. രാജയോഗം പഠിക്കുന്നു. ദേവതകളിലും ഉത്തമമായ പദവി ഈ ലക്ഷ്മി നാരായണന്റെയാണ്. ഇവരും മനുഷ്യരാണ്. ഇവരിൽ ദൈവികമായ ഗുണങ്ങളുണ്ട്. അതുകൊണ്ടാണ് ദേവി ദേവത എന്ന് പറയുന്നത്. ഏറ്റവും ഉത്തമമായ ഗുണമാണ് പവിത്രത. അതുകൊണ്ടല്ലേ മനുഷ്യർ ദേവതകളുടെ മുന്നിൽ ചെന്ന് തലകുനിക്കുന്നത്. ഈ പോയിന്റുകളെല്ലാം അവരുടെ ബുദ്ധിയിലെ ധാരണ ആവുകയുള്ളൂ. ആരാണോ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറയാറുണ്ട്, ധനം നൽകാതെ ധനത്തിന്റെ വർധനവ് ഉണ്ടാവില്ല എന്ന്. ഒരുപാട് മനസ്സിലാക്കി തരുന്നുണ്ട്. ജ്ഞാനം വളരെ സഹജമാണ്. എന്നാൽ ചിലരിൽ വളരെ നല്ല ധാരണ ഉണ്ടാകുന്നു, ചിലരിൽ ഉണ്ടാകുന്നില്ല. ആരിലാണോ അവഗുണങ്ങളുള്ളത് അവർക്ക് സെന്റർ സംരക്ഷിക്കാൻ പോലും സാധിക്കില്ല. അതിനാൽ ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്, പ്രദർശനികളിലും ശരിയായ വാക്കുകൾ കൊടുക്കണം. പുരുഷോത്തമ സംഗമയുഗത്തെക്കുറിച്ച് മുഖ്യമായി മനസ്സിലാക്കി കൊടുക്കണം. ഈ സംഗമത്തിൽ ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിന്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ധർമ്മം ഉണ്ടായിരുന്നപ്പോൾ മറ്റൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. ഈ മഹാഭാരത യുദ്ധവും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. ഇതും ഇപ്പോൾ നടക്കുന്നതാണ്, മുൻപുണ്ടായിരുന്നില്ല. 100 വർഷത്തിനുള്ളിൽ എല്ലാം ഇല്ലാതാകുന്നു. സംഗമയുഗത്തിന് ചുരുങ്ങിയത് 100 വർഷമെങ്കിലും വേണമല്ലോ. മുഴുവനും പുതിയ ലോകമാകണം. പുതിയ ന്യൂഡൽഹി ഉണ്ടാക്കാൻ എത്ര വർഷമെടുത്തു? നിങ്ങൾ മനസ്സിലാക്കുന്നു, ഭാരതത്തിൽ തന്നെയാണ് പുതിയ ലോകം ഉണ്ടാകുന്നത്. പിന്നീട് പഴയത് ഇല്ലാതാകും. കുറച്ചൊക്കെ ബാക്കിയുണ്ടാകുമല്ലോ. പ്രളയം ഉണ്ടാകുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം ബുദ്ധിയിലുണ്ട്. ഇപ്പോൾ സംഗമയുഗമാണ്. പുതിയ ലോകത്തിൽ തീർച്ചയായും ഈ ദേവീ ദേവതകളായിരുന്നു. പിന്നീട് ഇവർ തന്നെ ആയിരിക്കും. ഇതാണ് രാജയോഗത്തിന്റെ പഠിപ്പ്. അഥവാ ആർക്കെങ്കിലും വിസ്താരത്തിൽ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഒരു കാര്യം മാത്രം പറയൂ, പരംപിത പരമാത്മാ ആരാണോ എല്ലാവരുടെയും അച്ഛൻ, അവരെ എല്ലാവരും ഓർമ്മിക്കുന്നു. പരമാത്മാ നമ്മൾ എല്ലാ കുട്ടികളോടും പറയുകയാണ്, നിങ്ങൾ പതീതമായിരിക്കുകയാണ്. വിളിക്കുന്നുമുണ്ട്, അല്ലയോ പതീത പാവന വരൂ എന്ന്. വാസ്തവത്തിൽ കലിയുഗത്തിലുള്ളവർ പതീതരാണ്, സത്യയുഗത്തിൽ പാവനരായിരിക്കും. ഇപ്പോൾ പരംപിത പരമാത്മാവ് പറയുന്നു, ദേഹസഹിതം ഈ പതീതമായ ബന്ധങ്ങളെയെല്ലാം ഉപേക്ഷിച്ച് എന്നെ മാത്രം ഓർമ്മിക്കൂ, എന്നാൽ പാവനമായി മാറും. ഇത് ഗീതയിലെ തന്നെ വാക്കുകളാണ്. ഗീതയുടെ യുഗം തന്നെയാണ്. ഗീത സംഗമയുഗത്തിൽ തന്നെയാണ് പാടപ്പെട്ടിട്ടുള്ളത്. പിന്നെയാണ് വിനാശം ഉണ്ടായത്. ബാബ രാജയോഗം പഠിപ്പിച്ചിരുന്നു, രാജ്യം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും തീർച്ചയായും ഉണ്ടാകും. ഇതെല്ലാം ആത്മീയ അച്ഛനാണല്ലോ മനസ്സിലാക്കി തരുന്നത്. ഈ ശരീരത്തിലല്ലെങ്കിൽ വേറെ ആരിൽ വന്നാലും മനസ്സിലാക്കി തരുന്നത് ബാബയല്ലേ. നമ്മൾ ഇവരുടെ, അതായത് ബ്രഹ്മാവിന്റെ പേര് പറയുന്നില്ല. നമ്മൾ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ പാവനമായി മാറി എന്റെ അടുത്തേക്ക് വന്നു ചേരും. എത്ര സഹജമാണ്. വെറും എന്നെ മാത്രം ഓർമ്മിക്കൂ. ഒപ്പം 84ന്റെ ചക്രത്തിന്റെ ജ്ഞാനവും ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. ആര് ധാരണ ചെയ്യുന്നുവോ അവർ ചക്രവർത്തി രാജാവായി മാറും.
ഈ സന്ദേശം എല്ലാ ധർമ്മത്തിലുള്ളവർക്കും വേണ്ടിയാണ്. എല്ലാവർക്കും വീട്ടിലേക്ക് പോകണം. നമ്മളും വീട്ടിലേക്കുള്ള വഴിയാണ് പറഞ്ഞു തരുന്നത്. പള്ളിയിലെ അച്ഛനോ ആരെങ്കിലുമോ ആയിക്കോട്ടെ, നിങ്ങൾക്കവർക്ക് ബാബയുടെ സന്ദേശം നൽകാൻ സാധിക്കും. നിങ്ങൾക്ക് സന്തോഷത്തിന്റെ നല്ല ലഹരി ഉണ്ടായിരിക്കണം. പരംപിത പരമാത്മാ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എന്നാൽ നിങ്ങളുടെ വികർമ്മങ്ങൾ വിനാശമാകും. എല്ലാവരെയും ഇതുതന്നെ ഓർമ്മിപ്പിക്കൂ. ബാബയുടെ സന്ദേശം കേൾപ്പിക്കുക തന്നെയാണ് നമ്പർ 1 സേവനം. ഇപ്പോഴാണ് ഗീതയുടെ യുഗവും. ബാബ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അതേ ചിത്രം തന്നെ തുടക്കത്തിൽ വെക്കണം. നമുക്ക് ബാബയുടെ സന്ദേശം കൊടുക്കാൻ സാധിക്കുമെന്ന് ആരാണോ മനസ്സിലാക്കുന്നത് എങ്കിൽ തയ്യാറായി ഇരിക്കണം. നമ്മൾക്കും അന്ധരുടെ ഊന്നുവടിയാകണം എന്ന് മനസ്സിൽ തോന്നണം. ഈ സന്ദേശം ആർക്ക് വേണമെങ്കിലും കൊടുക്കാൻ സാധിക്കും. BK എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ പേടിക്കുന്നു. പറയൂ, നമ്മൾ വെറും ബാബയുടെ സന്ദേശമാണ് നൽകുന്നത്. പരംപിത പരമാത്മാവ് പറയുകയാണ്, എന്നെ ഓർമ്മിക്കൂ, അത്രമാത്രം. നമ്മൾ ആരുടെയും ഗ്ലാനി ചെയ്യുന്നില്ല. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, ഞാൻ ഉയർന്നതിലും ഉയർന്ന പതീത പാവനനാണ്. എന്നെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങളുടെ വികർമ്മങ്ങൾ വിനാശമാകും. ഇത് കുറിച്ചു വയ്ക്കൂ. ഇത് വളരെ പ്രയോജനമുള്ള കാര്യമാണ്. ഉള്ളം കൈയിൽ അല്ലെങ്കിൽ പുറം കൈയിൽ എഴുതാറില്ലേ? ഇതും എഴുതൂ. ഇത്രയും പറഞ്ഞു കൊടുത്തു. എന്നാൽ തന്നെ ദയാമനസ്കരും മംഗളകാരിയുമായി മാറി. സ്വയത്തോട് പ്രതിജ്ഞ ചെയ്യണം. സേവനം തീർച്ചയായും ചെയ്യണം. പിന്നീട് ശീലമായി മാറും. ഇവിടെയും നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. ചിത്രം കൊടുക്കാൻ സാധിക്കും. ഇതാണ് സന്ദേശം നൽകാനുള്ള മാർഗം. ലക്ഷക്കണക്കിനായി മാറും. വീടുകളിൽ ചെന്ന് സന്ദേശം നൽകണം. പൈസ തന്നാലും ഇല്ലെങ്കിലും പറയൂ, ബാബയും പാവപ്പെട്ടവന്റെ നാഥനാണ്. നമ്മളുടെ ഉത്തരവാദിത്വമാണ് വീടുകളിൽ സന്ദേശം നൽകുക എന്നത്. ഇത് ബാബ് ദാദയാണ്. ഇവരിൽ നിന്ന് സമ്പത്ത് ലഭിക്കുന്നു. ഇവരാണ് 84 ജന്മങ്ങൾ എടുക്കുന്നത്. ഇവരുടെ ഇത് അന്തിമ ജന്മമാണ്. നമ്മൾ ബ്രാഹ്മണർ തന്നെയാണ് ദേവതകളായി മാറുന്നത്. ബ്രഹ്മാവും ബ്രാഹ്മണനാണ്. പ്രജാപിത ബ്രഹ്മാവ് ഒറ്റയ്ക്കായിരിക്കില്ലല്ലോ. തീർച്ചയായും ബ്രാഹ്മണരുടെ വംശാവലികളും ഉണ്ടായിരിക്കുമല്ലോ. ബ്രഹ്മാവ് തന്നെയാണ് വിഷ്ണുവായി മാറുന്ന ദേവത. ബ്രാഹ്മണനാണ് കുടുംബ. അവർ തന്നെയാണ് ദേവത, ക്ഷത്രിയർ, വൈശ്യരും ശൂദ്രരുമായി മാറുന്നത്. ആരെങ്കിലും വന്ന് നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കും. പുരുഷന്മാർക്കും സേവനം ചെയ്യാൻ സാധിക്കും. മനുഷ്യർ അതിരാവിലെ എഴുന്നേറ്റ് കട തുറക്കുമ്പോൾ പറയാറുണ്ട്, പ്രഭാതത്തിൽ ഈശ്വരനെ ഓർമ്മിക്കൂ എന്ന്. നിങ്ങളും അതിരാവിലെ ചെന്ന് ബാബയുടെ സന്ദേശം കേൾപ്പിക്കൂ. പറയൂ, നിങ്ങളുടെ കച്ചവടം വളരെ നല്ലതായിരിക്കും. നിങ്ങളും ഈശ്വരനാകുന്ന സ്വാമിയെ, അതായത് ബാബയെ ഓർമ്മിക്കൂ. എന്നാൽ 21 ജന്മത്തേക്കുള്ള സമ്പത്ത് ലഭിക്കും. അമൃതവേളയുടെ സമയം വളരെ നല്ലതാണ്. ഇന്നത്തെ കാലത്ത് വ്യവസായശാലകളിൽ മാതാക്കളും ഇരുന്ന് ജോലി ചെയ്യുന്നുണ്ട്. ഈ ബാഡ്ജ് ഉണ്ടാക്കാനും വളരെ സഹജമാണ്. നിങ്ങൾ കുട്ടികൾ രാത്രിയും പകലും സേവനത്തിൽ മുഴുകണം. ഉറക്കം ത്യജിക്കണം. ബാബയുടെ പരിചയം ലഭിക്കുന്നതിലൂടെ മനുഷ്യർ സനാഥരായി മാറുന്നു. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും സന്ദേശം നൽകാൻ സാധിക്കും. നിങ്ങളുടെ ജ്ഞാനം വളരെ ഉയർന്നതാണ്. പറയൂ, നമ്മൾ ഒന്നിനെ മാത്രമാണ് ഓർമ്മിക്കുന്നത്. ക്രിസ്തുവിന്റെ ആത്മാവും ബാബയുടെ കുട്ടിയായിരുന്നു. ആത്മാക്കളെല്ലാവരും ബാബയുടെ കുട്ടികളാണ്. അതേ ഈശ്വരനാകുന്ന പിതാവ് തന്നെയാണ് പറയുന്നത്, മറ്റൊരു ദേഹധാരികളെയും ഓർമ്മിക്കരുത്. നിങ്ങൾ സ്വയത്തെ ആത്മാവെന്ന് മനസ്സിലാക്കി എന്നെ മാത്രം ഓർമ്മിക്കൂ. എന്നാൽ വികർമ്മങ്ങളെല്ലാം വിനാശമാകും. എന്റെ അടുത്തേക്ക് വന്നു ചേരും.
വീട്ടിലേക്ക് പോകാനാണ് പുരുഷാർത്ഥം ചെയ്യുന്നത്. എന്നാൽ ആരും പോകുന്നില്ല. കുട്ടികൾ ഇപ്പോൾ ഒരുപാട് തണുത്ത മട്ടായിയാണ് കാണപ്പെടുന്നത്. ഇത്രയും പരിശ്രമം നടക്കുന്നില്ല. ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇതിൽ ഒരുപാട് സഹിക്കേണ്ടതായും വരുന്നു. ധർമ്മം സ്ഥാപിക്കുന്നവർക്ക് എത്രയാണ് സഹിക്കേണ്ടി വരുന്നത്? ക്രിസ്തുവിനെ കുറിച്ചും പറയാറുണ്ട്, കുരിശിൽ തറച്ചു എന്ന്. എല്ലാവർക്കും സന്ദേശം നൽകുക എന്നതാണ് നിങ്ങളുടെ കർത്തവ്യം. അതിനുവേണ്ടി ബാബ യുക്തികൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നു. ഒരു സേവനവും ചെയ്യുന്നില്ല എങ്കിൽ ബാബ മനസ്സിലാക്കും ധാരണയില്ല എന്ന്. ബാബ നിർദ്ദേശം നൽകുന്നു എങ്ങനെ സന്ദേശം നൽകണം. ട്രെയിനിലും നിങ്ങൾ ഈ സന്ദേശം നൽകിക്കൊണ്ടേയിരിക്കൂ. നിങ്ങൾക്കറിയാം നമ്മൾ സ്വർഗത്തിലേക്കാണ് പോകുന്നത്. ചിലർ ശാന്തിധാമത്തിലേക്കും പോകുമല്ലോ. വഴി നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ബ്രാഹ്മണർക്ക് തന്നെ വേണം പോകാൻ. ബ്രാഹ്മണരാണെങ്കിൽ ഒരുപാടുണ്ട്. ബ്രാഹ്മണരെ എവിടെയെങ്കിലും വെക്കുമല്ലോ. ബ്രാഹ്മണർ, ക്ഷത്രിയർ, ദേവത. തീർച്ചയായും പ്രജാപിത ബ്രഹ്മാവിന്റെ സന്താനങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. ആദിയിൽ, അതായത് തുടക്കത്തിൽ ഉള്ളത് ബ്രാഹ്മണർ തന്നെയാണ്. നിങ്ങൾ ബ്രാഹ്മണർ ഉയർന്നതിലും വെച്ച് ഉയർന്നവരാണ്. മറ്റ് ബ്രാഹ്മണരാണ് കുഖവംശാവലികൾ. ബ്രാഹ്മണർ തീർച്ചയായും വേണമല്ലോ. ഇല്ല എന്നുണ്ടെങ്കിൽ പ്രജാപിത ബ്രഹ്മാവിന്റെ കുട്ടികളായ ബ്രാഹ്മണർ എവിടെ പോയി? നിങ്ങൾ ബ്രാഹ്മണർക്കിരുന്ന് മനസ്സിലാക്കി കൊടുക്കൂ. എന്നാൽ അവർ പെട്ടെന്ന് മനസ്സിലാക്കും. പറയൂ, നിങ്ങളും ബ്രാഹ്മണരാണ്. നമ്മളും സ്വയത്തെ ബ്രാഹ്മണരെന്ന് പറയുന്നു. ഇപ്പോൾ പറയൂ, നിങ്ങളുടെ ധർമ്മം സ്ഥാപിക്കുന്നത് ആരാണ്? ബ്രഹ്മാവിന്റെ പേരല്ലാതെ മറ്റൊരു പേര് പോലും പറയില്ല. നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ. ബ്രാഹ്മണർക്കും ഒരുപാട് വലിയ വലിയ കുലങ്ങളുണ്ട്. പൂജാരിമാരായ ബ്രാഹ്മണർ ഒരുപാടുണ്ട്. അജ്മേറിൽ ഒരുപാട് കുട്ടികൾ പോകാറുണ്ട്. ഒരിക്കലും ആരും വിവരം അറിയിച്ചിട്ടില്ല. ഞങ്ങൾ ബ്രാഹ്മണരെ കണ്ടു. അവരോട് ചോദിച്ചു, നിങ്ങളുടെ ധർമ്മസ്ഥാപകൻ ആരാണ്? ബ്രാഹ്മണ ധർമ്മം ആരാണ് സ്ഥാപിച്ചത്? നിങ്ങൾക്കറിയാം സത്യമായ ബ്രാഹ്മണർ ആരാണ്. നിങ്ങൾക്ക് അനേകരുടെ മംഗളം ചെയ്യാൻ സാധിക്കും. ഭക്തർ തന്നെയാണ് യാത്രകൾക്ക് പോകുന്നത്. ഈ ചിത്രം വളരെ നല്ലതാണ്. ലക്ഷ്മി നാരായണന്റെ. നിങ്ങൾക്കറിയാം ജഗദംബ ആരാണെന്ന്, ലക്ഷ്മി ആരാണ് എന്ന്. ഇങ്ങനെ നിങ്ങൾ വേലക്കാർക്കും ആദിവാസികൾ മുതലായവർക്കും മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. അവർക്ക് കേൾപ്പിച്ചു കൊടുക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല. വളരെ ദയാമനസ്കരായി മാറണം. പറയൂ, നിങ്ങൾക്കും പാവനമായി മാറി പാവന ലോകത്തേക്ക് പോകാൻ സാധിക്കും. സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. ശിവബാബയെ ഓർമ്മിക്കൂ. ആർക്കും വഴി പറഞ്ഞു കൊടുക്കാനുള്ള താല്പര്യം വളരെയധികം ഉണ്ടായിരിക്കണം. ആരാണോ സ്വയം ഓർമ്മയിലിരിക്കുന്നത് അവരെ മറ്റുള്ളവർക്കും ഓർമ്മിപ്പിക്കാനുമുള്ള പുരുഷാർത്ഥം ചെയ്യുകയുള്ളൂ. ബാബയ്ക്കൊന്നും ചെന്ന് സംസാരിക്കാൻ സാധിക്കില്ല. ഇത് നിങ്ങൾ കുട്ടികളുടെ കർത്തവ്യമാണ്. പാവപ്പെട്ടവരുടെയും മംഗളം ചെയ്യണം. പാവങ്ങൾ വളരെ സുഖികളായി മാറും. കുറച്ച് ഓർമ്മിക്കുന്നതിലൂടെ പ്രജയിലേക്കും വരും. അതും നല്ലതാണ്. ഈ ധർമ്മം വളരെയധികം സുഖം നൽകുന്നതാണ്. ദിവസം തോറും നിങ്ങളുടെ ശബ്ദം വളരെ ശക്തിയോടെ വ്യാപിക്കും. എല്ലാവർക്കും ഈ സന്ദേശം തന്നെ നൽകിക്കൊണ്ടിരിക്കൂ. സ്വയത്തെ ആത്മാവെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ എന്ന്. നിങ്ങൾ മധുരമധുരമായ കുട്ടികൾ കോടിമടങ്ങ് ഭാഗ്യശാലികളാണ്. മഹിമ കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും കാര്യത്തിൽ ചിന്ത വെക്കേണ്ട ആവശ്യമെന്താണ്? ഇതാണ് ഗുപ്തജ്ഞാനം, ഗുപ്ത സന്തോഷം. നിങ്ങളാണ് ഗുപ്ത യോദ്ധാക്കൾ. നിങ്ങളെ അറിയപ്പെടാത്ത യോദ്ധാക്കളെന്ന് പറയും. മറ്റാർക്കും അറിയപ്പെടാത്ത യോദ്ധാക്കളാകാൻ സാധിക്കില്ല. നിങ്ങളുടെ ദിൽവാഡ ക്ഷേത്രം പൂർണ്ണ ഓർമ്മ ചിഹ്നമാണ്. ഹൃദയം കവരുന്നവരുടെ കുടുംബമാണല്ലോ.
ഇത് മഹാവീരനും മഹാവീരണിയും അവരുടെ സന്താനങ്ങളുടെയും പൂർണ്ണ തീർത്ഥസ്ഥാനമാണ്. കാശിയേക്കാളും ശ്രേഷ്ഠമായ സ്ഥലമാണ്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാപ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. വീട് വീടാന്തരം ചെന്ന് ബാബയുടെ സന്ദേശം നൽകണം. സേവനം ചെയ്യുമെന്ന പ്രതിജ്ഞ ചെയ്യൂ. സേവനത്തിന് ഒരു ഒഴിവുകഴിവും പറയരുത്. 2. ഒരു കാര്യത്തെക്കുറിച്ചും വേവലാതിപ്പെടരുത്. ഗുപ്ത സന്തോഷത്തിലിരിക്കണം. ഒരു ദേഹധാരികളെയും ഓർമ്മിക്കരുത്. ഒരു ബാബയുടെ ഓർമ്മയിലിരിക്കണം. വരദാനം: ഓരോ സെക്കൻഡും മംഗളകാരി ബാബയുടെയും സമയത്തിന്റെയും ലാഭമെടുക്കുന്ന നിശ്ചയബുദ്ധി നിശ്ചിന്തരായി ഭവിക്കട്ടെ. ഏത് ദൃശ്യം നടന്നുകൊണ്ടിരിക്കുന്നുവോ അതിനെ ത്രികാലദർശിയായി കാണൂ. ധൈര്യത്തോടെയും ഉല്ലാസത്തോടെയും കഴിഞ്ഞ് സ്വയവും സമർത്ഥ ആത്മാവാകൂ. വിശ്വത്തെയും സമർത്ഥമാക്കൂ. സ്വയത്തിന്റെ കൊടുങ്കാറ്റുകളിൽ ഇളകരുത്. അചഞ്ചലരാകൂ. ലഭിച്ചിരിക്കുന്ന സമയം, ലഭിച്ചിരിക്കുന്ന കൂട്ട്, ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനേക പ്രകാരത്തിലെ ഖജനാക്കൾ, അവയിൽ നിന്നും സമ്പന്നരും സമർത്ഥരുമാകൂ. മുഴുവൻ കൽപ്പത്തിലും ഇങ്ങനെയുള്ള ദിനം വരില്ല, ഇനി വരാനും പോകുന്നില്ല. അതിനാൽ തന്റെ എല്ലാ ചിന്തകളും ബാബയ്ക്ക് നൽകി നിശ്ചയബുദ്ധിയായി സദാ നിശ്ചിന്തരാകൂ. ഓരോ സെക്കൻഡും മംഗളകാരി ബാബയുടെയും സമയത്തിന്റെയും ലാഭം എടുക്കൂ. സ്ലോഗൻ: ബാബയുടെ കൂട്ടുകെട്ടിന്റെ നിറം പകരൂ, എങ്കിൽ തിന്മകൾ സ്വതവേ സമാപ്തമാകും. അവ്യക്ത സൂചന: അശരീരി അഥവാ വിദേഹി സ്ഥിതിയുടെ അഭ്യാസം വർദ്ധിപ്പിക്കൂ. വിദേഹിയാകുവാനുള്ള വിധിയാണ് ബിന്ദുവാകുക. അശരീരിയാകുവാനാണെങ്കിലും കർമാതീതമാകുവാനാണെങ്കിലും എല്ലാത്തിനുമുള്ള മാർഗം ബിന്ദുവാണ്. അതിനാൽ ബാബ്ദാദ പറയുന്നു, അമൃതവേളയ്ക്ക് ബാബ്ദാദയുമായി മിലനം ആഘോഷിക്കുന്നു, ആത്മീയ സംഭാഷണം ചെയ്യുന്നു. കാര്യത്തിലേക്ക് വരുമ്പോൾ ആദ്യം 3 ബിന്ദുവിന്റെ തിലകം മസ്തകത്തിൽ അണിയൂ. പരിശോധിക്കൂ, ഏതെങ്കിലും കാരണത്താൽ ഈ സ്മൃതിയുടെ തിലകം മായുന്നില്ലല്ലോ. അവിനാശി അനശ്വര തിലകമാണ്. ഓം ശാന്തി.